ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. നമ്മൾ അരിയൊന്നും അരച്ച് വെക്കാതെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. നമ്മളിതുപോലെ ഡിഫറൻ്റ് ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചമ്മന്തിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. റവ വെച്ചിട്ടാണ് നമ്മൾ ഈ ദോശ ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുക. 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് റവയ്ക്ക് വേണ്ടി 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 1 കപ്പ് റവ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളെ ബാറ്ററിന് വേണ്ടത്. ഈ ഒരു രീതിയിലാണ് ഇതിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ കൂടി പോകരുത്. ഇത്ര തന്നെ വെള്ളം എടുത്താൽ മതി. അപ്പോഴാണ് നന്നായിട്ട് കിട്ടുള്ളൂ നമുക്ക്. ഇനി നമുക്കൊരു ദോശക്കല്ല് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ബ്രഷ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ദോശകളാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുപോലെ ചെറിയ ദോശകളാക്കി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ദോശകളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ദോശയാണിത്. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടുകയും ചെയ്യും. അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഈ വൈറ്റ് ഭാഗങ്ങളൊക്കെ ഇതുപോലെ വെന്ത പോലെ വന്നതിന് ശേഷം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ വന്നതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ എടുക്കാൻ പറ്റും. ഇതുപോലെ ആയതിന് ശേഷം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ദോശ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല ദോശയാണ്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ആയതിനു ശേഷം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മളിതുപോലെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണിത്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 6-7 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ഇത്രയും ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയോട് കൂടെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് ഈ ദോശയിലേക്ക് ഈ ചമ്മന്തി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ അടിപൊളി ദോശയും ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്